ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണിത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയല്ല. സാധാരണ നമ്മുടെ നാടൻ നെയ്യപ്പത്തിൻ്റെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. അതുപോലെ തന്നെ ഇതിൽ ശർക്കര ഉരുക്കിയതും ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർക്കാതെ ശർക്കര പാനിയിലാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് 1 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തതാണ്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ശർക്കര പാനി വേണം ഇതിന്. അതിനായിട്ട് ശർക്കര പാനി ഞാൻ എടുത്തിട്ടുണ്ട്. 3 അച്ച് വെല്ലം 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി അലിയിച്ചെടുത്തതാണ് ഈ ശർക്കര പാനിയാണിത്. കുറേശ്ശെയായിട്ട് നമ്മൾ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരയ്ക്കാനായിട്ടുള്ള പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം അരയ്ക്കാനുള്ള ഇത്ര ഒഴിച്ചാൽ മതി. ഇത് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയ്ക്കരുത്, ചെറിയ തരി ഉണ്ടാവണം അരയ്ക്കുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അരിയുടെ മേലെ കുറച്ച് പാനി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഫൈനായിട്ട് അരഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തരി അരച്ചെടുക്കുമ്പോൾ ചെറിയ തരി ഉണ്ടാവണം, ചെറിയ തരിയോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ മാവ് ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നല്ല തരി വേണം. ഇതിൽ നന്നായി ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല, ചെറിയ തരി ഉണ്ടാവണം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മാവ് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കട്ടി എന്ന് പറയാനായിട്ട് ദോശമാവിൻ്റെ അതേ കട്ടിയിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. നന്നായിട്ട് കട്ടിയാവാനും പാടില്ല, എന്നാൽ മറിച്ച് നന്നായി കട്ടി കുറയാനും പാടില്ല. ഏകദേശം ദോശ ഉണ്ടാക്കുന്ന ആ ബാറ്ററിൻ്റെ അതേ രീതിയിൽ വേണം, കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ എടുത്തിരിക്കുന്ന അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ശർക്കര പാനി ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. അത് മുഴുവനായിട്ട് ഒഴിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ശർക്കര പാനി എടുത്തതിൽ കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് പാകമാണ്. ഇനി ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്കിത് കുറച്ച് നേരം 8 മണിക്കൂർ വെച്ചിട്ട് വേണം നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഇനി ചേർക്കേണ്ടതെന്ന് പറയാം. ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് 1 സ്പൂണോളം, ഒരു ചെറിയ സ്പൂണ് എള്ള് കേട്ടോ. ആദ്യം എള്ള് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് നെയ്യപ്പമാണല്ലോ, അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യ് നമ്മൾ ഇതിൽ ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുകയാണ്. നെയ്യും കൂടി ചേർത്ത ശേഷം ഇതിലേക്ക് ഒരു തരി ഏത് മധുരപലഹാരമായാലും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇതിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നെയ്യും ഉപ്പും ചേർത്ത ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 8 മണിക്കൂർ വെച്ച ശേഷം മാത്രമേ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാൽ മാത്രമേ നെയ്യപ്പം നന്നായി പൊന്തി വരാനും ഒക്കെ പറ്റുള്ളൂ. നന്നായി മൊരിവ് വരാനും 8 മണിക്കൂർ ഇത് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് അതിന് ശേഷം നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യപ്പത്തിനുള്ള മാവൊക്കെ റെഡി ആയിട്ട് ശരിയായി വന്നിട്ടുണ്ട്. മാവ് ഇരിക്കും തോറും നന്നായി കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിക്കാനായിട്ട് നല്ല അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നല്ല കുണ്ടുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിതിൽ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ നെയ്യപ്പം നന്നായി പൊന്തി വരുന്നുണ്ട്. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് നമ്മൾ ചെയ്താൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ വളരെ മീഡിയത്തിലാക്കിയിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറമേയൊക്കെ നല്ല ക്രിസ്പി ആവാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ മറുവശം കൂടി ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കരിയാതെ കിട്ടും നമുക്ക്. ഇതുപോലെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ വീണ്ടും വീണ്ടും അങ്ങനെ ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്ത നെയ്യപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊന്തി വരണം. മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയാവും, നല്ല ക്രിസ്പി ആവും കേട്ടോ ഈ നെയ്യപ്പം. പിന്നെ എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റുള്ള നാടൻ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 8 നെയ്യപ്പമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കാനായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.